ദൈവനോട് സംസാരിച്ച ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. എൻ്റെ ദൈവം ഇന്നും സംസാരിക്കുന്നു. എൻ്റെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. അവറപ്പുള്ളവർ ആ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി. ദൈവം പരിശുദ്ധാത്മാവ് നൽകിയ വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ജെറമയ ചാപ്റ്റർ 12 വേർഡ് 5. ഇരമ്യാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ വൺസ് അഗൈൻ ചർച്ച എന്നെ ഒന്ന് നോക്കിയേ, ഓൺലൈനിൽ കാണുന്നവർ എന്നെ നോക്കിയേ. ഹീലിംഗ് ടെസ്റ്റ് മണികൾ, ദൈവപ്രവർത്തികൾ. തുച്ഛീകരിക്കരുത്, തുച്ഛീകരിക്കരുത്, തുച്ഛീകരിക്കരുത്. ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണണം, ദൈവപ്രവർത്തികൾ നിങ്ങൾ കേൾക്കണം. അത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. Thank you so much. Read it. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് കൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ ഇരമ്യാവ് ദൈവത്തോട് പറഞ്ഞ പരാതിയും ദൈവം ഇരമ്യാവിന് കൊടുത്ത ഒരു മറുപടിയുമാണ് ഈ 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. ഇരമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം ചോദിക്കുന്നു, യഹോവ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ഇരമ്യാവ് ചോദിക്കുകയാണ് ദൈവത്തോട്, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുവാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നു. ഇത് ഇരമ്യാവിൻ്റെ മാത്രം ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തോട് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെയധികം പ്രാർത്ഥിക്കുന്ന, മര്യാദയ്ക്ക് ജീവിക്കുന്ന, അങ്ങേ അന്വേഷിക്കുന്ന എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ പ്രതിസന്ധി? അങ്ങയെ ധിക്കരിക്കുന്ന, അങ്ങയുടെ വചനം അനുസരിക്കാത്ത, അങ്ങയിൽ വിശ്വസിക്കാത്ത ശത്രുവിന് എന്തുകൊണ്ട് ഈ ഭൂമിയിൽ കാണത്തക്ക ചില ഭൗതിക നേട്ടങ്ങൾ? ദുഷ്ടന്മാർ അവരുടെ വഴി ശുഭമായിരിക്കുന്നു, ദ്രോഹം പ്രവർത്തിക്കുന്നവർ നിർഭയരായിരിക്കുന്നു. നീ അവരെ നട്ടു, അവർ വേരൂന്നി ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനും അന്തരംഗങ്ങളിൽ നീ ദൂരസ്ഥനുമായിരിക്കുന്നു. ജെറമ്യ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദുഃഖിക്കുകയാണ്, കരയുകയാണ്, ചോദിക്കുകയാണ്. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, പ്രതിസന്ധികളെ കണ്ടുകൊണ്ട്, ശത്രുക്കളുടെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട്, പ്രാർത്ഥിക്കാത്തവന്റെ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, കാത്തിരിക്കുന്ന ഈ പ്രവാചകൻ ദുഃഖത്തോടെ ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ ദൈവം തിരിച്ച് മറുപടിയായി ജെറമ്യാവിനോട് ദൈവം ചോദിക്കുന്നു, കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ഇങ്ങനെ അങ്ങ് പരാതി പറയുന്നവനായാൽ, ഇങ്ങനെ അങ്ങ് പിറുപിറുക്കുന്നവനായാൽ, ഇങ്ങനെ അങ്ങ് ക്ഷീണിച്ചു പോയാൽ, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടിട്ട് നീ ഇങ്ങനെ അങ്ങ് ഡൗൺ ആയാൽ, നിന്നെ ഞാൻ വിളിച്ചത് കുതിരകളോടുകൂടെ ഓടാനാണ്. നീ എങ്ങനെ കുതിരകളോടുകൂടെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരുന്നാൽ യോർദാന്റെ വൻകാടുകളിൽ, വൻമേടുകളിൽ നീ എന്തു ചെയ്യും? ദൈവത്തിന് ജെറമ്യ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഇതാണ്. നീ നിന്റെ വിളിയിലേക്ക് നോക്കുക, നിന്നിൽ പകർന്ന അഭിഷേകത്തിലേക്ക് നോക്കുക, നിന്നെ വിളിച്ചവനിലേക്ക് നോക്കുക. നിന്റെ സാഹചര്യങ്ങളെ നീ നോക്കാതെ ഇരിക്കുക. I am prophesying over you, my brother.
ആൻഡ് മൈ സിസ്റ്റർ, വിശ്വസിക്കുന്ന ദൈവമക്കളോട് കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽ അറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവരോട് മാത്രം ഞാൻ അറിയിക്കുകയാണ്. എവിടെങ്കിലും നീ ക്ഷീണിക്കുന്നു എന്ന് തോന്നിയാൽ, എവിടെങ്കിലും നീ മടുക്കുന്നു എന്ന് തോന്നിയാൽ, നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത എന്തോ ഒരു തടസ്സം പോലെ നിനക്ക് ഫീൽ ചെയ്താൽ, നീ എഴുതി വെച്ചുകൊള്ളുക, നീ ഓർത്തുകൊള്ളുക. നിന്നെ വിളിച്ചവൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ ഓടുന്ന റേഞ്ചിൽ ഓടാനല്ല, ഇപ്പോൾ ഓടുന്ന നിലകളിൽ ഓടാനല്ല. നിന്റെ മേലുള്ള വിളി വലുതാണ്, നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ് വലുതാണ്. You never believe in your circumstances. നിന്റെ സാഹചര്യങ്ങളെ നീ വിശ്വസിക്കരുത്. നിന്റെ ചിന്തകൾ പറയുന്നതിൽ നീ വിശ്വസിക്കരുത്. നീ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവനായി തീരരുത്. വായ്കൾ തുറന്നു പറയാം, എന്നെ ദൈവം വിളിച്ചത് ഓടാനാണ്. എന്നെ ദൈവം വിളിച്ചത് എഴയാനല്ല. എന്നെ ദൈവം വിളിച്ചത് എഴയാനല്ല. എന്നെ ദൈവം വിളിച്ചത് കിടക്കാനല്ല. എന്നെ ദൈവം വിളിച്ചത് നടക്കാനല്ല. എന്നെ ദൈവം വിളിച്ചത് ഓടാനാണ്. ഓ ശബബ, കുതിരകളോടുകൂടെ, കുതിരകളോടുകൂടെ, കുതിരകളോടുകൂടെ. Lord, in the name of Jesus, I release your grace. വായ്കൾ തുറന്ന് പറഞ്ഞ്, ദൈവം എന്നെ വിളിച്ചത് ഇരിക്കാനല്ല, ദൈവം എന്നെ വിളിച്ചത് നടക്കാനല്ല, ദൈവം എന്നെ വിളിച്ചത് 24 മണിക്കൂർ കിടക്കാനല്ല. ദൈവം എന്നെ വിളിച്ചത് ഓടാനാണ്. സാധാ ഓട്ടമല്ല, കുതിരകൾക്ക് മുൻപിൽ ഓടാനാണ്. നിന്റെ ശുശ്രൂഷയിൽ നീ എവിടെങ്കിലും ഡൗൺ ആയെങ്കിൽ, നിന്റെ ശുശ്രൂഷയിൽ നീ എവിടെങ്കിലും ഒതുങ്ങിപ്പോയെങ്കിൽ, പൈശാചിക മേഖലകൾ നിന്നെ എവിടെങ്കിലും ഒതുക്കിയെങ്കിൽ, ഇന്ന് പകൽ നിന്റെ കാലുകൾക്ക്, നിന്റെ അധരത്തിന്, നിന്റെ ആത്മാവിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തി പകരുകയാണ്. I release you right now. In the name of Jesus, I'm feeling the anointing. I'm feeling the anointing. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. വായി തുറന്ന് പറഞ്ഞ, ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്. ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്. ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്. ഒരാളുടെ മേളിൽ തട്ടിയിട്ട് പറഞ്ഞട്ടെ, സാഹചര്യം കണ്ട് മടുത്തു പോവല്ലേ. ഇപ്പുറത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞ്, വല്ലവന്റെ അനുഗ്രഹം കണ്ട് അസൂയപ്പെടല്ലേ. വല്ലവന്റെ അനുഗ്രഹം കണ്ട് അസൂയപ്പെടല്ലേ. ഇന്ന് പകൽ നിന്നെ വിളിച്ചവൻ പറയുന്നു, അവന്റെ റേഞ്ചിൽ നിന്നെ അനുഗ്രഹിക്കാനല്ല, നിന്നെ വിളിച്ചത് കുതിരകളോടുകൂടെ. Your calling is different. Your calling is different. Your calling is different. Hey! Your calling is different. Pa 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 pa. Your calling is different. In the name of Jesus. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നത്. ഞാൻ ലക്ഷ്യമില്ലാതെ വണ്ണമല്ല ഓടുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാരും ഓടുന്നെങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ ചുമ്മാ ഓടുന്നവനല്ല, ഞാൻ പ്രാപിക്കാൻ ഓടുന്നവനാണ്. ഇന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്ന, ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി, ഈ സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാർ തുടങ്ങി, ഇതിന്റെ ഏറ്റവും പുറകിലിരിക്കുന്നവരെ, ഓൺലൈനിൽ ലൈവിൽ എന്നെ കാണുന്ന മുഴുവൻ ആളുകളോടും ആത്മാ പറയുന്നു, ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്, ഈ ഓട്ടത്തിനൊരു പദ്ധതിയുണ്ട്. I'm going to receive it something. I'm running a race. I'm running a race. ഞാൻ ഈ റേസിൽ ഓടുന്നത് ചുമ്മാ ഒരു തമാശയ്ക്ക് ഓടുവല്ല. എന്നെ ഈ ഓട്ടക്കളത്തിൽ ദൈവം നിർത്തിയത്, എന്നെ ഓടാൻ കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ.
ചുമ്മാ ഒരു രസത്തിനോടുമല്ല, ഒരു പ്രൈസ് ഉണ്ട് എനിക്ക്. I am going to receive some praises. I am going to receive it. Children of God, you are going to receive it. ഞങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുകയാണ്. Hallelujah. Lift up your voice and say, I am going to receive my praise. I'm gonna receive my praise. Hallelujah. ദൈവം എനിക്ക് ഒരുക്കിയ ആ സമ്മാനത്തെ, ദൈവം എനിക്ക് ഒരുക്കിയ ഗിഫ്റ്റിനെ, ദൈവം എനിക്ക് ഒരുക്കിയ ബ്ലെസ്സിങ്ങിനെ ഞാൻ ചുമ്മാ ഓടുന്ന ആളല്ല. I am going to receive it. I am going to receive it. എത്യോപ്യയിലെ രാജ്ഞിയും അവിടുത്തെ മഹാനും കാര്യവിചാരകനുമാകുന്ന എത്യോപ്യയിലെ ഫൈനാൻസ് മിനിസ്റ്റർ ഷണ്ണൻ, ആ മനുഷ്യൻ ജെറുസലേമിൽ പെരുന്നാൾ കൂടി മടങ്ങുമ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കാം. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കാം. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഫിലിപ്പോസ് ഓടി. ഫിലിപ്പോസ് ഓടി. ദൈവത്തിന് വേണ്ടത് നടക്കാൻ പറയുമ്പോൾ ഓടുന്നവനെയാണ്, ഓടാൻ പറയുമ്പോൾ നടക്കുന്നവനെ അല്ല. ഫിലിപ്പോസ് ഓടി. Thank you, Holy Spirit. Thank you, Holy Spirit. 25-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാം വാടാത്ത വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിന്. വാ തുറന്ന് പറഞ്ഞേ, ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. ഒരു 26-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകയാൽ ഞാൻ നിശ്ചയം ഇല്ലാതെ വണ്ണമല്ല ഓടുന്നത്. പാരമ്പര്യത്തിൽ കിടന്ന എന്നെ, തിന്മയിൽ കിടന്ന എന്നെ, അന്യാരാധനയിൽ കിടന്ന എന്നെ, ബന്ധനത്തിൽ കിടന്ന എന്നെ, തകർന്നു കിടന്ന എന്നെ, പാപത്തിൽ കിടന്ന എന്നെ, മ്ലേച്ഛതയിൽ കിടന്ന എന്നെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ച് അവന്റെ രാജ്യത്തിലാക്കി വെച്ചെങ്കിൽ ഞാൻ നിശ്ചയമില്ലാതെ വേണമല്ല ഇന്ന് പകലോടുന്നത്. എന്നാ രക്ഷിക്കപ്പെട്ടെ അറിഞ്ഞൂടാ, എന്നാ സ്നാനപ്പെട്ടെ അറിഞ്ഞൂടാ, എന്താ കൊട്ടാരക്കര ചർച്ചിൽ അല്ലെങ്കിൽ വേർപെട്ട ദൈവസഭയിൽ ആരാധിക്കാൻ പോന്നേ, ഞാൻ പോന്നെന്നുള്ളതേ ഉള്ളൂ. You are not saved. You are not repented. നീ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല, നീ മാനസാന്തരപ്പെട്ടിട്ടുമില്ല. ആരാണ്ട് പറയുന്ന കേട്ട് നീ വെള്ളത്തിൽ ചാടിയതാ. നോ നോ നോ. യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞവനൊരു ലക്ഷ്യമുണ്ട്. അവന്റെ അകത്ത് ഒരു ഉറപ്പുണ്ട്. എത്ര കഷ്ടതകൾ വന്നാലും, എത്ര നിന്ദകൾ വന്നാലും, എത്ര അപമാനങ്ങൾ വന്നാലും, എത്ര അപവാദികൾ എഴുന്നേറ്റാലും, ഏതൊക്കെ പൈശാചിക ശക്തികൾ എഴുന്നേറ്റാലും, ഇനി ആരൊക്കെ ആഭിചാരം ചെയ്താലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, എന്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഒരു eternity, ഒരു നിത്യത എനിക്കുണ്ട്. I am going to receive it. I am going to receive it. I am going to receive it. Yes, I'm going to receive it. The Lord Almighty is going to make it for me. Yes, yes. വായ്കൾ തുറന്ന് പറഞ്ഞ്, ദൈവം ഒരുക്കിയത് ഞാൻ സ്വീകരിക്കും. അതുകൊണ്ടാണ് എബ്രായർ 12:2 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ
പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. Amen. അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, സകല പാപവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. Amen. Amen. You never change your track. Yes. Yes. You never change. You never lose your faith. Yes. Amen. Reba Shika Masata. I'm telling truth, children of God. Yes. Some people will discourage us. Amen. Some people will encourage us. You never focus discouraging people. You never focus encouraging people. You fix your eyes on Jesus. Amen. Yes. Amen. Yes. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സത്യവചനത്തെ വിശ്വസിച്ച Amen. കർത്താവിനെ ജീവിതത്തിൽ അനുഭവിച്ച Amen. ഒരു കൂട്ടത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. Amen. Yes. സ്ഥിരതയോടെ ഓടുക. Amen. Yes. Jesus. കണ്ണുകൾ മാറിപ്പോകരുത്. Amen. ഫോക്കസ് മാറിപ്പോകരുത്. Amen. കാഴ്ചപ്പാടുകൾ മങ്ങിപ്പോകരുത്. Amen. ജെറമ്യ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചുറ്റും പലതും നിങ്ങൾ കണ്ടെന്ന് വരും, നിങ്ങൾ കേട്ടെന്ന് വരും. പ്രാർത്ഥിക്കാത്തവന്റെ ഉയർച്ചയും പരിഹാസിയുടെ നന്മയും ഒക്കെ വെളിപ്പെട്ടെന്ന് വരും. പക്ഷെ അതൊന്നും കണ്ടിട്ട് എനിക്കെന്താ ഇങ്ങനെ എന്ന് ചോദിക്കരുത്. Amen. ദൈവം നിന്നോട് പറയുന്നു, നീ വിളിക്കപ്പെട്ടത് കിടക്കാനല്ല, Yes. Amen. നടക്കാനല്ല, Yes. കിതയ്ക്കാനല്ല, Yes. ഇരിക്കാനല്ല. Yes. നിന്നെ വിളിച്ചത് ഓടാൻ വേണ്ടിയാണ്. Hallelujah. ആ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ ഓട്ടത്തിനൊരു സ്ഥിരതയുണ്ട്, ആ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ ഓട്ടത്തിനൊരു സ്ഥിരതയുണ്ട്. എന്റെ ലക്ഷ്യങ്ങളെ തെറ്റിക്കുന്ന, എന്റെ സ്ഥിരതകളെ തെറ്റിക്കുന്ന, എന്റെ വിരുദിനെ തെറ്റിക്കുന്ന സകല സാഹചര്യങ്ങളെയും സകല കേൾവികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഐ ആം ബ്രേക്കിംഗ് ദാറ്റ്. Yes. Amen. സകല ഭാരവും, പറഞ്ഞേ ഭാരം, Amen. മുറുകെ പറ്റുന്ന പാപം പാപം ലേസായി വിടുക, എറിഞ്ഞു കളയുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനും ആ, ലക്ഷ്യത്തിലെത്തിക്കുന്നവനും എന്നെ വിളിച്ചവനും എന്നെ വേർതിരിച്ചവനുമാകുന്ന യേശു കർത്താവിലേക്ക് എന്റെ കണ്ണുകളെ ഞാൻ ഉറപ്പിച്ചു. ഉറപ്പിച്ചു. ചില ആളുകൾ പറയുന്ന കാര്യമുണ്ട്, ഈ ഗവൺമെന്റ് ഒന്ന് മാറിയാൽ നല്ലതാവും, അല്ലെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഞാൻ ഈ വചനത്തിൽ കണ്ടത് എല്ലാ ദൈവപ്രവർത്തികളും എല്ലാം സ്മൂത്ത് ആയിരുന്നപ്പം നടന്നതല്ല. ഞാൻ ദൈവം എവിടൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ അവിടൊക്കെ മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ശത്രുക്ക് മേശക് അബേദ്ഹോമിന്റെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് അവർക്ക് അനുകൂലമായിരുന്നു. പക്ഷേ എരിയുന്ന തീച്ചുളയിൽ വലിച്ചെറിയുന്ന ഒരു ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ ഈ ദൈവം എന്നെ തീച്ചുളയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലേലും ഞങ്ങൾ അവനെ തന്നെ സേവിക്കുമെന്ന് അവനിലേക്ക് കണ്ണുറപ്പിച്ച ആ ചെറുപ്പക്കാരെ ദൈവം കൈവിട്ടോ? ദൈവം കൈവിട്ടോ? ഞാൻ എൻ്റെ രാജ്യത്തോട് സംസാരിക്കുന്നു, ഞാൻ എൻ്റെ ദേശത്തോട്
ആത്മാവിൽ പ്രവചിക്കുന്നു. Amen. Come on. പ്രതികൂലം വൈകുന്നെങ്കിൽ, പീഡനങ്ങൾ വർദ്ധിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവ പ്രവൃത്തിയും വർദ്ധിച്ചുകൊണ്ടേ. പാപം പെരുകുന്നിടത്ത് കൃപ അത്യന്തം വർദ്ധിക്കും. പാപം പെരുകുന്നിടത്ത് കൃപ വർദ്ധിക്കും. ഇന്ന് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവ പദ്ധതികൾ ഒരുക്കുന്നത്. പട്ടാപ്പകലിൽ നടുറോഡിൽ ജെറുസലേമിന്റെ സിംഹവാതിലിൽ വെച്ച് 40 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരനെ, സ്റ്റീഫൻ എന്ന ചെറുപ്പക്കാരനെ കല്ലുപെറുക്കി എറിഞ്ഞ് നെറ്റിയും ചങ്കുമെല്ലാം പൊട്ടിച്ച് തല പൊട്ടി ഒഴുകി കവിളിലും നെറ്റിയിലുമെല്ലാം പാറക്കല്ലുകൾ വന്ന് പതിക്കുമ്പോഴും പ്രതികൂലത്തിന്റെ നടുവിലും സ്തേഫാനോ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ കാണുന്നത് എറിയുന്ന കല്ലുകളല്ല, തുറന്ന സ്വർഗമാണ്. Open heaven. Open heaven. Open heaven. നീ പ്രതീക്ഷിക്കാത്ത കല്ലുകൾ നിന്റെ മുമ്പിൽ വരുന്നുണ്ടോ? നീ പ്രതീക്ഷിക്കാത്ത കല്ലുകൾ ശത്രു കയ്യിൽ എടുക്കുന്നുണ്ടോ? നീ എഴുതി വെച്ചുകൊള്ളുക. You are going to see something. The heaven is opening for you. രണ്ട് കാലും കൊണ്ട് ഓടുന്ന ഈ ഷുഗറും പ്രഷറും ഉള്ള ഇവന്റെ കൂടെ ഓടിയിട്ട് നിനക്ക് ഓടി പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്നെ ഞാൻ വിളിച്ചത് ഈ രണ്ട് കാലുമായിട്ട് ഓടുന്നവനെ ഓടി തോപ്പിക്കാനല്ല. നിന്നെ ഞാൻ വിളിച്ചത് കുതിരകളെ ഓടി തോൽപ്പിക്കാൻ. Never give up. I am hearing that word. I am hearing that word. I am hearing that audible voice. എനിക്ക് ആത്മാവിൽ ആ ശബ്ദം കേൾക്കാം. എനിക്ക് ആ ശബ്ദം കേൾക്കാം. ദൈവശബ്ദം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിന്റെ തലയിൽ കൈവച്ച് പറയുന്നു, never give up. Never give up. Never give up. Pray. എന്തുകൊണ്ടാണ് ഓടുന്ന വ്യക്തിയോട്, ഓടാൻ വിളിക്കപ്പെട്ടവനോട്? ജീവിതം ഒരു ഓട്ടമാണ്. പറഞ്ഞ ജീവിതം ഒരു ഓട്ടമാണ്. അതിന് ജാതിയും മതമോ സഭയോ സംഘടനയോ വിഭാഗീയതകളോ ഇല്ല. ജീവിതം മൊത്തത്തിലൊരു ഓട്ടമാണ്. ചിലര് വയറ് കുറയ്ക്കാൻ ഓടുന്നു, ചിലര് വയറ് നിറയ്ക്കാൻ ഓടുന്നു. ജീവിതം ഒരു ഓട്ടമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ ചിലര് വയറ് കുറയ്ക്കാൻ ഓടുന്നു, അത് കഴിയുമ്പോ വയറ് നിറയ്ക്കാൻ ഓടുന്നു. ജീവിതം ഒരു ഓട്ടമാണ്. പക്ഷെ ഈ ഓട്ടത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഈ ഓട്ടത്തിൽ ഒരു സ്ഥിരതയുണ്ട്. ഈ ഓട്ടത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനത്തോട്, സഭയോട് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. Never give up. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച, നന്നായി വരുമെന്ന് പ്രതീക്ഷിച്ച നിങ്ങളുടെ ആ മകൻ, ആ മകൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വരാതിരിക്കുമ്പോഴും, വളരെ പ്രതീക്ഷയോടെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് പ്രതീക്ഷകൾക്ക് വിപരീതമായ കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ അടിക്കുമ്പോഴും,
വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുവട് വെച്ചിട്ട് ആത്മീയരെന്ന് പറയുന്ന അനാത്മീയരുടെ ആക്രമണങ്ങൾ നിനക്കെതിരെ അഴിച്ചുവിടുമ്പോഴും കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ നിനക്ക് മുൻപേ ഓടിയവനെ, രണ്ടാം വാക്യം പറയുന്നു, നിനക്ക് മുൻപേ ഓടിയവനെ നീ ധ്യാനിച്ചു കൊള്ളുക. യേശു കേട്ട നിന്ന ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, വല്ല ആത്മീയ ശുശ്രൂഷയും ചെയ്തതിന്റെ പേരിൽ അത് യാതൊരു അനുഭവം ഇല്ലാത്തവർ, അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ, അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ, യേശു പറഞ്ഞതുപോലെ അവരെന്ത് പറയുന്നു എന്ന് അവരറിയായികയാൽ അവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. തള്ളിയിടുവെന്നോ, ഊതി വീഴ്ത്തുവെന്നോ, പ്രവചിക്കുവെന്നോ, സൗഖ്യമാക്കുമെന്നോ, ഇവനൊക്കെ തട്ടിപ്പാന്നോ ഒക്കെ നമ്മൾ അതൊക്കെ കേട്ടിട്ടുള്ളൂ. നമ്മളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് യാതൊരു അനുഭവമോ അറിവോ ബോധ്യമോ ഇല്ലാത്തവർ. അത് അന്ത്യകാലത്ത് കൂടി വരും. എൻ ടൈമിൽ അന്ത്യകാലത്ത് അത് വർദ്ധിച്ചു വരുമെന്നാണ് യൂദയുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ യേശു കേട്ടത് അതൊന്നും അല്ല, യേശു അനുഭവിച്ചത് അതൊന്നും അല്ല. ഹല്ലേലൂയ. മുഖത്ത് നോക്കി ചോദിച്ചു, പറഞ്ഞു, നീ നേരെ ഉണ്ടായവനല്ലെന്ന്. ഇനി അതിനപ്പുറത്ത് എനിക്കൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. നീ വ്യഭിചാര പുത്രനാന്ന് പറഞ്ഞു, ജാതിപ്പേര് വിളിച്ചു, നീ ശമര്യനാന്ന് പറഞ്ഞു, നിനക്ക് ഭൂതാടാന്ന് പറഞ്ഞു. ഭൂതം, നിന്റെ മേളിൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവോ ദൈവമൊന്നും അല്ല, നിനക്ക് ഭൂതം ഉണ്ടെന്ന് പറഞ്ഞു. 2 തവണ പറഞ്ഞു. യോഹന്നാൻ 8 ആദ്യം പറഞ്ഞു നിനക്ക് ഭൂതമാന്ന് പറഞ്ഞു യേശുവിനോട്. താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും അവർ പറയുന്നു, ഇപ്പം നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നെന്ന്. നിന്റെ സ്പിരിറ്റ് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞു, നിന്റെ മിനിസ്ട്രി കറക്റ്റ് അല്ലെന്ന് പറഞ്ഞു, നീ യഥാർത്ഥമായി ജനിച്ചവനല്ലെന്ന് പറഞ്ഞു, നിന്റെ അപ്പനാരാന്ന് നിനക്ക് അറിയാവോടാ എന്ന് ചോദിച്ചു. ഒരാള് തുപ്പുന്നത് കണ്ടാൽ, ഒരാള് തറയെ തുപ്പുന്നത് കണ്ടാൽ പുള്ളി തുപ്പി, നമ്മൾ മുഖം മറയ്ക്കുന്നവരാ, ആ തുപ്പൽ അവന്റെ മുഖത്ത് വന്ന് വീണു. നമ്മുടെ ഷർട്ടിന്റെ ഒരു ബട്ടൺ ഒന്ന് ഇളകിയാൽ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരായി മാറി ആ ബട്ടൺ ഇടും. വസ്ത്രരഹിതനായി അവനെ തെരുവിലൂടെ നടത്തി. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? എന്തുകൊണ്ടാണെന്നറിയാവോ? പ്രവാചകൻ പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണെന്ന് ആത്മീയർക്കിരിക്കട്ടെ, പക്ഷെ മറുഭാഗത്ത് അവന്റെയൊക്കെ അസൂയ. കർത്താവിനോടും അവന്റെ ശുശ്രൂഷയോടും കർത്താവിനൊപ്പം ജനം കൂടുന്നത് കൊണ്ടും യേശുവിനെ ജനം അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും അന്നു മുതൽ ലാസർ ഉയർത്ത സമയത്താണ് യോമാർ ആദ്യത്തെ കമ്മിറ്റി കൂടിയത് അവനെ ക്രൂശിക്കാൻ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളൊരു സമൂഹം ഇന്നും നിലനിൽക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുന്നു, ഈ ക്രൂശീകരണം കൊണ്ടൊന്നും നീ തീരുകയില്ല. ഈ അപമാനങ്ങൾ കൊണ്ടൊന്നും നീ തീരുകയില്ല. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. നമ്മൾ പലപ്പോഴും പാടുന്നൊരു പാട്ടാണ്, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഹല്ലേലൂയ. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് വിഷമിച്ചിരുന്ന എത്ര പേരുണ്ട് ഇവിടെ? പാവപ്പെട്ട കുറെ സിൻസിയർ ആയിട്ടുള്ള ആളുകൾ കൈപൊക്കി, അല്ലാത്തവരൊന്നും കേട്ടിട്ടുമില്ല, അവരൊന്നും അറിഞ്ഞിട്ടുമില്ല. നിനക്ക് പാടിയാലും നാളെ ആരെങ്കിലും ഒന്ന് ചിരിക്കാതിരിക്കുവോ? ഫേസ്ബുക്കിനകത്ത് എന്തെങ്കിലും എഴുതി വെക്കുവോ?
മുഖം വീർപ്പിച്ച് കാണിക്കുകയോ സഭയിലെ പാസ്റ്ററിന് തിരക്കിൻ്റെ ഇടയിൽ മിണ്ടാതെ പറ്റാൻ പോകുകയോ എല്ലാം ചെയ്താൽ പറയും, അപ്പൊ നാഥന്റെ മുൾമുടി എല്ലാം അവര് തറയിൽ വെക്കും. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. കർത്താവ് അനുഭവിച്ച നിന്ന ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? എനിക്ക് മുൻപേ ഈ ട്രാക്കിലൂടെ ഓടിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അത് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് ദൈവവചനത്തിന് പുറത്തല്ല, ദൈവവചനത്തിനകത്താ. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ. Jesus Christ is my savior. Jesus Christ is my redeemer. Jesus Christ is my God. And the same time Jesus Christ is my elder brother. My elder brother. എനിക്ക് മുൻപേ ആദ്യമായി ഈ ട്രാക്കിലൂടെ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തിയത് എൻ്റെ യേശു അപ്പായാണ്.